friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദീപാവലി സ്പെഷ്യൽ ആയിട്ടുള്ള റവ വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ ആണ്. ഇതിനായിട്ട് 1/2 കപ്പ് റവ. ഇത് ഉണ്ടാക്കാൻ വേണ്ടി വറുത്തതോ വറുക്കാത്തതോ യൂസ് ചെയ്യാം. വറുത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. വറുക്കാത്തതാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് റോസ്റ്റഡ് റവയാണ്. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർക്കാം. 1/2 കപ്പ് പാല്, 1/2 കപ്പ് വെള്ളം, ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് ചെറിയ തീയിലിട്ട് തന്നെ അതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം ഇതിലേക്കൊന്ന് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയിരിക്കണം. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ട് കൊണ്ടിട്ടോ. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു പരുവമാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നല്ല പോലെ മയം വരണം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നമുക്കൊരു ഉരുട്ടിയെടുക്കാനൊന്നും പറ്റത്തില്ല. ഇതിങ്ങനെ കുഴച്ചാണ് അതിനെ നന്നായിട്ട് മയപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമൊക്കെ പിടിക്കുമ്പോൾ ഒന്ന് ചൂടുണ്ടാവും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നാറിക്കോളും. അപ്പോൾ ആ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് മയപ്പെടുത്തിയിരിക്കണം. ഇതിപ്പോൾ നല്ല പോലെ മയം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചപ്പാത്തി മാവ് കണക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി മാറ്റാം. ഗുലാബ് ജാമുൻ എത്ര വലുപ്പം വേണമെന്ന് വെച്ചാൽ ആ വലുപ്പത്തിൽ ആക്കിയെടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പം എടുക്കുന്നത്. ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് റവ കൊണ്ട് എനിക്ക് 11 ബോൾസാണ് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തട്ടിറക്കി വെക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്കൊരു പഞ്ചസാര പനി ഉണ്ടാക്കാം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര. ഇതിലേക്ക് കുറച്ച് വെള്ളം വേണം. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. 3 ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. റവ ബോൾസ് വെച്ചിരിക്കുന്ന സമയത്ത് നമ്മളിത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ, നേരത്തെ ഉണ്ടാക്കണ്ട. ഈ പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബോൾസ് എന്തായി നോക്കാം. ഒന്നും കൂടെ വലുതായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിടാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഇതുപോലെ ആ പാനിയിൽ കിടന്നിട്ട് ഒന്ന് വേകണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു മിനിമം 2 മണിക്കൂർ നേരമെങ്കിലും ഇതുപോലെ ഈ പാനിയിൽ കിടക്കണം. എന്നാൽ മാത്രമേ നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്ന ആ ഷുഗർ സിറപ്പ് ഇതിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഞാൻ ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞത് ഒരു മിനിമമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എത്ര സമയം ഇരിക്കുന്നോ അത്രയും നല്ലത്. അന്നേരമാണ് ഇതിൻ്റെ അകത്ത് ആ സിറപ്പ് നന്നായിട്ട് പിടിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓവർനൈറ്റൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. റവ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. എന്നെടുത്ത് നോക്കാം. ഇത് നല്ല സോഫ്റ്റാണ്. ഞാനത് മുറിച്ച് കാണിച്ചു തരാം. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ആ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.